മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ ഭാഗമായുള്ള ആഗോള വികസന സംവാദത്തിന് ഏതായാലും തുടക്കമായിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് കൃത്യം ചർച്ച ആരംഭിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ 4 മേഖലകളായി തിരിച്ചാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ ഈ അമേരിക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. നമുക്കതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ മുഖ്യ സംഘാടകരായ ഡോക്ടർ തോമസ് ഐസക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് തന്നെ ചർച്ചകളിലേക്ക് കടന്നു അല്ലേ? ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കൃത്യം കടന്നു കഴിഞ്ഞു. ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് കയറി ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയൊക്കെ എത്രത്തോളം നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നതിൻ്റെ ഒരു സാധ്യത അത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി നടക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംവാദം ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വികസന സംവാദം കേരളത്തിൽ ആദ്യമായിരിക്കുമെന്ന് പറയാം. ഒരു സംശയം വേണ്ട. ഒന്ന് നിലവിലുണ്ടായിരുന്ന ടെക്നോളജി 10,000-ങ്ങളെ ഒരേ സമയം ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി അവർക്കെല്ലാവർക്കും വേണ്ടി വന്നാൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ പര്യാപ്തമായിരുന്നില്ല. ഇപ്പോൾ സൂമൊക്കെ വളരെ പ്രകടമാണ്. സൂം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഓഡിയോയും വീഡിയോയും കൂടി കിട്ടില്ല. പിന്നെ അതിനൊരു പരിമിതിയുണ്ട്, എത്ര പേര് പങ്കെടുക്കാൻ പറ്റും. പക്ഷേ വി കൺസോള് അങ്ങനെയല്ല. ഇന്ത്യ ഗവൺമെൻറ് ഇന്നൊവേഷൻ ചലഞ്ച് വിൻ ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ഗവൺമെൻറ് എല്ലാം അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എത്ര വേണമെങ്കിൽ ആളുകളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഒരുപാട് ഫ്ലെക്സിബിൾ സാധ്യതകളുണ്ട്. ഹൈബ്രിഡ് മോഡില്ല. ഇവിടെ നിന്ന് ചിലർ നേരിട്ട് വർത്തമാനം പറയുന്നുണ്ട്, ചിലർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, വേറെ ചിലർ ഓൺലൈനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സർക്കസാണ് ഈ 3 പേരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാമെന്ന് പറയുന്നത്. അപ്പം അതിന് ഇവിടെ വന്നിരിക്കുന്ന കൈറ്റിൻ്റെ ഒരു ടീം സഹായിക്കുന്നത്. ഇതുപോലെ DAKF പ്രവർത്തകരുടെ ടീമുണ്ട്, ടെക് ജൻഷിയുടെ ഒരു ടീമുണ്ട്. 4 വേദിയല്ലേ. അപ്പോൾ സാങ്കേതിക വിദഗ്ധർ ഉണ്ട്. ഇവിടെ കുടുംബശ്രീ CDS പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നടക്കുന്നത് ഈ വയോജന സംരക്ഷണം, പ്രവാസികളുടെ വീടുകളിലെ വയോജന സംരക്ഷണം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സദസ്സുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാങ്കേതിക വശം എന്ന് പറയുമ്പോൾ ഈ എത്രത്തോളം നമ്മൾ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്. 1,60,60,000 പേർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇന്നലെ വൈകുന്നേരമുള്ള കണക്ക്. അപ്പോൾ ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ച, അതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് എത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ 1,60,60,000 പേര് സംസാരിക്കില്ല കേട്ടോ. സംസാരിക്കാൻ നമുക്ക് പരിമിതിയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സമയമില്ല ഇത്രയും പേർക്ക്. അത് കേൾക്കാം, അവർക്ക് ചാറ്റ് ബോക്സിൽ കാര്യങ്ങൾ എഴുതി അറിയിക്കാം. അതൊക്കെ അങ്ങനെ പങ്കാളികളാവാൻ പറ്റും. പിന്നെ വെബ്സൈറ്റിൽ അവർക്ക് അഭിപ്രായങ്ങൾ പറയാം. ഇതെല്ലാം വെബ്സൈറ്റിലുണ്ടാവും പെർമനൻ്റായിട്ട്. ഓരോരുത്തർ പറഞ്ഞതും പ്രത്യേകം എടുത്ത് ചെറു വീഡിയോസാക്കി സൂക്ഷിച്ചിരിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്ത് സെർച്ച് ചെയ്ത് നമുക്കത് എടുക്കാൻ കഴിയും. അപ്പോൾ വിപുലമായ ചർച്ച, ഇത്രയും വിപുലമായ ചർച്ച എനിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് നാടിൻ്റെ വികസനത്തിൽ പ്രവാസികൾ പങ്കാളികളാക്കുന്നതിനുള്ള ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് പിന്നെ ഇവരോട് ചർച്ച ചെയ്യും. അപ്പോൾ ഈ 4 ദിവസത്തെ കോൺക്ലേവ് കഴിയുമ്പോൾ അങ്ങനെ ഒരു സമീപന രേഖ തയ്യാറാക്കി പ്രഖ്യാപിക്കും. അത് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ ചർച്ച തുടരും. അങ്ങനെയാണ് ഇതിൻ്റെ പ്ലാനിംഗ് ഉള്ളത്. ഏതായാലും നമുക്ക് പരിപാടിയുടെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ തിരക്കുകളിലൊക്കെയാണ് നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ 4 വേദികൾ വീണ്ടും ഇതുപോലെ സജീവമാകാറുണ്ട്. അവിടെയൊക്കെ കാണേണ്ടതുണ്ട്. ഏതായാലും വളരെ നന്ദി ഈ വിലപ്പെട്ട തിരക്കിനിടയിലുള്ള സമയം മാറ്റിവെച്ചതിന്. നമുക്ക് മറ്റ് വേദികളിലൊക്കെ ആയിട്ട് കാണാം ഇനി അങ്ങോട്ട്.